ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ട നല്ല പിടയ്ക്കണ മീൻ. ഈ പിടയ്ക്കണ മീൻ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ പൂന്തറ കടപ്പുറത്ത് വന്നാൽ മതി. പൂന്തറ കടപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീനാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. രാവിലെ വരണം കേട്ടോ. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഫ്രഷ് മീൻ കിട്ടുള്ളൂ. കഴിഞ്ഞു. അല്ലെ ആളുകൾ ചത്തു. അപ്പോൾ ഇതാ സംഭവം കമ്പയാണെങ്കിൽ ഇത് അവസാനം അതിൻ്റെ ലാസ്റ്റത്തെ ഫേസിലോട്ട് എത്തിയിരിക്കുകയാണ് കേസ്. ഏകദേശം ഒരു 70ഓളം ആൾക്കാരാണെങ്കിൽ ഇവിടെ ഈ ഒരു കമ്പ ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഇഷ്ടംപോലെ പേര് ഇവിടെ നിൽക്കുന്നത്, ജോലി ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേസ്. അപ്പോൾ മീൻ മാക്സിമം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരെയും പോലെ എൻ്റെയും ആഗ്രഹം. മീനുണ്ടായാൽ മതിയായിരുന്നു. 70 പേരുടെ ഒരു കഷ്ടപ്പാടാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. പൂന്തറ കടപ്പുറത്തെ ലേലം, കമ്പമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലേലമുണ്ട്. അപ്പോൾ കമ്പ വലയിൽ മാക്സിമം മീനുകൾ വന്നു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം കുഴപ്പമില്ലാത്ത രീതിയിൽ അവർക്ക് ജീവിച്ച് പോകാൻ പറ്റും. ഇഷ്ടംപോലെ പേര് നോക്കിയിട്ടുണ്ട്. ശക്തമായിട്ടാണ് തോന്നുന്നത് തിരയടിക്കാൻ നോക്കി. കുറച്ച് മീൻ മാത്രമേ ഉള്ളൂ. ഏകദേശം 3 മണിക്കൂറിലധികം പണിയെടുത്തിട്ട് ആകപ്പാടെ നമുക്ക് കുറച്ച് മീൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. അവിടെ കുറച്ച് മീൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 70-ഓളം സ്റ്റാഫുകളുണ്ട്, മത്സ്യത്തൊഴിലാളികളുണ്ട്. ഇന്നത്തെ ദിവസം ഒന്നും കിട്ടിയിട്ടില്ല. അവരുടെ ജീവിതമൊക്കെ പട്ടിണിയാണ് ഇന്നത്തെ ദിവസം. ഇവിടെയൊക്കെയാണെങ്കിൽ പഴയ രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്യുന്ന ഓഫീസാണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത്. കുറച്ച് മീനുകൾ മാത്രമേ ഇതില് മീനില്ല. ഇതിൽ എന്ത് ക്യാരറ്റുണ്ട് ഉള്ളത്? എന്തൊക്കെ ഉണ്ട്? കോങ്ങത്തല്ലുണ്ട്, കറേല കുഞ്ചുണ്ട്, കത്തിപ്പാരമുണ്ട്. 3 ഐറ്റമേ ഉള്ളൂ. എത്രത്തോളം കോണ്ടാക്റ്റ് ഉണ്ട്? വല ഉണക്കി വാങ്ങി പൈസ കിട്ടത്തില്ല. എത്രത്തോളം മീനും ഉണ്ടാകും എന്നുള്ളത് ഈ സംഭവം വല ഫുള്ളും പഴയ രീതിയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. നല്ല ഫ്രഷ് മീൻ, പിടയ്ക്കണ മീൻ. പൂന്തറയിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പിടയ്ക്കണ ഫ്രഷ് മീനാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ഈ കമ്പയിലാണ് കുറച്ച് കൂടുതലായിട്ട് ഫ്രഷ് മീൻ കിട്ടുന്നത്. നല്ല തുറന്നപ്പോഴേക്കും ഈ കുറേ വേസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. മീൻ വളരെ 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 കുറവ്, വളരെ കുറവ്.
ഉള്ള മീൻ ഇതാ സംഭവം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ആവോലി എന്താ സംഭവം വന്നിട്ടുണ്ട്. കുറച്ച് സീഡിയും തോലിയും അല്ലാത്ത കുറേ മീനുകൾ മാത്രമേ ഉള്ളൂ. രാവിലെ കറി വയ്ക്കാൻ വണ്ടിയാണോ ഒരേ ഒരു മുണ്ടിലുള്ള മാത്രമുള്ള മീൻ മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല, ബാക്കി ഫുള്ളും ചൊറിയാണ്. വേസ്റ്റ് ഫുള്ളും വേസ്റ്റാണ് കയറിയത്. വലുതായിട്ട് മീനൊന്നും കയറിയിട്ടില്ല. ആപ്പാടെ ഒരു 70 പേര് ജോലി ചെയ്തപ്പോഴേക്കും കിട്ടിയ മീനാണ് കേസ് തോന്നുന്നത്. അത്രേ ഉള്ളൂ. 70 പേരുടെ കുടുംബവും ഇന്നും പട്ടിണിയാണ്. 70 പേർക്ക് 100 രൂപ വെച്ച് കൊടുക്കാൻ പോലും ഇല്ല. 50 രൂപ വെച്ച് കൊടുക്കാനുള്ള മീനും പോലും അതിൽ സംഭവം കിട്ടിയിട്ടില്ല. ആകപ്പാടെ കുറച്ച് മീൻ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ മീൻ കുറവാണ്. എങ്ങനെയാണ് ഈ സമയത്ത് ഇങ്ങനെ മീൻ കുറവാണോ? മീൻ നല്ല മീനുണ്ടോ ഈ സമയത്ത്? മീൻ ഉണ്ടാവാറുണ്ടോ? അപ്പൊ ഇന്ന് കേറാത്ത എന്താ കാര്യം? എന്തോ കടലും ഒഴുക്കും കൂടുതലാണ്, അതുകൊണ്ടാണ് ഒഴുക്കും കൂടുതൽ. അപ്പൊ ഈ നമുക്ക് ഹാർബർ വരുമ്പോഴേക്കുമേ നമുക്ക് കുറച്ചും കൂടെ സേഫ് ആയിട്ടൊക്കെ കമ്പവല വലിക്കാനൊക്കെ പറ്റും. എങ്ങനെയാണ്? കമ്പവലക്ക് വലിക്കാൻ പറ്റുമെന്ന് വേറെ സ്ഥലത്ത് നമ്മൾ ലൊക്കേഷൻ നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. എന്താ എവിടെ അവര് ഹാർബർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ അത് വരുന്നത് നല്ലതാണ്. ഹാർബറാണ് നല്ല, എല്ലാ ഭാവങ്ങൾക്കും ജീവിക്കാൻ വേണ്ടി പറ്റും. നമുക്കിപ്പോൾ ഇതിൽ എന്തൊക്കെ മീനുണ്ട്? വളരെ കുറച്ചല്ലേ ഉള്ളൂ മീൻ. ഇത് കോന്നത്തോലി, കറയില, പിന്നെ വേറെന്തരി നാവിയപ്പാര, കുടുംബ കുഞ്ഞ്. ഈ 70 പേർക്ക് സംഭവം എങ്ങനെ ശമ്പളം കൊടുക്കും? നഷ്ടമാണ്. 50 രൂപ പോലും വെച്ച് കൊടുക്കാൻ കിട്ടൂല. ഒന്നുമില്ല. നഷ്ടമാണ്. ആപ്പാടാ ഈ ഒരു ചെറിയൊരു മുണ്ടിൽ ഉള്ള ഇത്രയും മീൻ മാത്രമേ ഉള്ളൂ. ഈ ഒരു ചെറിയ ഒരു മുണ്ടിലുള്ള കുറച്ച് മീൻ മാത്രമേ ഉള്ളൂ. 70-ലധികം സ്റ്റാഫുകൾ ഇന്ന് പരത്തി കിടക്കണല്ലേ റൗണ്ടിന് 2000 രൂപ 2000 രൂപ 2000 രൂപ 2000 2000 രൂപ 2000 രൂപ 2000 രൂപ 2000 2000 രൂപ 2000 രൂപ 2000 രൂപ 2000 ഒരു തരം 2000 കൂട്ടിയണ്ട 2000 കൂട്ടിയണ്ട വേറെ വിളിയണ്ട. അതാണ് കൂട്ടിയണ്ട നിങ്ങളെ ചോദിക്കുന്നത്. 50 100 200 150 250 200 200 രൂപ 200 രൂപ 250 രൂപ 2250 രൂപ 2250 300 രൂപ 2300 രൂപ. വളരെ കുറവ്. അതായത് ഈ ടൈമുകളിൽ ഇത് കാലവർഷമാണ്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരയ്ക്കും കാലവർഷമാണ്. ഈ കാലവർഷം ആരംഭമാകുമ്പോൾ തന്നെ കാറ്റും കോളും വന്ന് കടലിളകണം. ഈ പാരിനിടയ്ക്കും മണ്ണിനകത്തൊക്കെ പൊതിഞ്ഞിരിക്കുന്നതാണ് മീനിൻ്റെ ഒരു സ്വഭാവം. ഈ കാറ്റും കോളറക്കം വന്ന് കടലിളകണം. കടലിളകിയാൽ മാത്രമേ അതിന് അനുകൂലമായിട്ടുള്ള ഒഴുക്കും ഈ ഘടകങ്ങൾ ഒന്നിച്ച് വന്നാൽ മാത്രമേ മീന് പുറമേ വരത്തുള്ളൂ. കമ്പോലക്കാർക്കും ചൂണ്ടപ്പണിക്കാർക്കും തട്ടുമടിക്കാർക്കും മറ്റുള്ള എല്ലാ പണിക്കാർക്കും മത്സ്യം ലഭ്യതയാവത്തുള്ളൂ. ഓക്കെ, എന്നാൽ ഏകദേശം ഏത് സമയമാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് കൂടുതൽ കമ്പയിൽ ഫ്രഷ് മീൻ പ്രതീക്ഷിക്കാം? ഈ ടൈമിൽ വെറൈറ്റി ആയിട്ടുള്ള മത്സ്യങ്ങൾ ലഭിക്കേണ്ട സമയമാണ്. വെള്ളാവോലി, ആവോലി, നെയ്മീൻ, എന്ത് മീനായാലും വെറൈറ്റി മീനായിട്ട് നമുക്ക് എന്തൊക്കെ പറയാമോ അതെല്ലാം ലഭിക്കേണ്ട ടൈമാണിത്. പക്ഷെ ഈ പറഞ്ഞ കാരണങ്ങളാൽ മീൻ ലഭിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ നമുക്ക് ഏതൊക്കെ മീനുകൾ കമ്പയിൽ നമുക്ക് പ്രതീക്ഷിക്കാം? പൂന്തറയിൽ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ മീനുകൾ ഇനി വരും ദിവസങ്ങളിൽ ഫ്രഷ് കമ്പോലയ്ക്ക് വെറൈറ്റി ആയിട്ട് പ്രതീക്ഷിക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. ആവോലി, കറുത്താവോലി, വെള്ളാവോലി, നെയ്മീൻ, പിന്നെ ഉരുളുവാര, ചീലാവ്, അതുപോലെ നമ്മളെ ഈ നൊത്തോലി തന്നെ 3-4 ഐറ്റം ഉണ്ട്.